+1 കോമേഴ്സിൽ ക്രിസ്മസ് എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം? ഓക്കെ, അതിന്റെ വെയിറ്റേജ് എത്രയാണ്? നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് മൊത്തം 6 സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളത്. ഈ 6 സബ്ജക്റ്റിൽ തന്നെ നമുക്ക് ആദ്യം നമ്മുടെ സ്വന്തം അക്കൗണ്ടൻസി നോക്കാം. അക്കൗണ്ടൻസിയിൽ 7 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതായത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് തുടങ്ങി ഡിപ്രിസിയേഷൻ, പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ് വരെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 3ാമത്തെയും 4ാമത്തെയും ചാപ്റ്റർ എന്ന് പറയാൻ പറ്റും. 3ാമത്തെയും 4ാമത്തെയും ചാപ്റ്റർ ഇങ്ങനെ അക്കൗണ്ടിങ് വിത്ത് CA നോക്കുകയാണെങ്കിൽ 6-9 വെയിറ്റേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ AFSന് 10-10 വെയിറ്റേജ് കൊടുത്തേക്കുന്നത്. അതിന്റെ അർത്ഥം ബാക്കി എല്ലാത്തിനും 6, 6, 6, 8, 8 ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിനും ഈക്വൽ വെയിറ്റേജ് ആണ്. എന്നാൽ ഈ ചാപ്റ്ററുകൾക്ക് ഇത്തിരി വെയിറ്റേജ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ചാപ്റ്റേഴ്സ് ഒരിക്കലും മിസ്സാക്കാൻ വേണ്ടി പാടില്ല. കൂടുതൽ ഇമ്പോർട്ടന്റോട് കൂടി തന്നെ അത് പഠിച്ചിരിക്കണം. ഇനി നമുക്ക് ബിസിനസ് സ്റ്റഡീസ് നോക്കിയാലോ. ബിസിനസ് സ്റ്റഡീസ് നോക്കുമ്പോൾ അതിൽ നമുക്ക് 8 ചാപ്റ്റർ പഠിക്കാനുണ്ട് ഗായ്സ്. 8 ചാപ്റ്റർ. ആ 8 ചാപ്റ്ററിൽ തന്നെ ഈ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനും അതുപോലെ തന്നെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബിസിനസ് സർവീസസിനും നല്ല വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ 2 ചാപ്റ്റർ വിട്ടുപോകാൻ പാടില്ല. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിനും ഏകദേശം ഈക്വൽ ആണ്. അവസാനത്തെ ഈ 2 ചാപ്റ്റേഴ്സിനും അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഇനി നിങ്ങൾക്ക് അടുത്ത ചാപ്റ്റർ ആയ എക്കണോമിക്സ് നോക്കൂ. എക്കണോമിക്സ് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഇത്രയും ചാപ്റ്റേഴ്സിലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നേക്കുന്നത് പ്രസന്റേഷൻ ഓഫ് ഡാറ്റയ്ക്കും മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിക്കുമാണ് അല്ലേ. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിനും ഏകദേശം ഒരുപോലത്തെ വെയിറ്റേജ് തന്നെയാണ് വന്നിരിക്കുന്നത്. കളക്ഷൻ ഓഫ് ഡാറ്റയ്ക്കും അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അതൊന്നും മിസ്സാക്കാതെ തന്നെ പഠിച്ചിരിക്കുക എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇനി നോക്കൂ, ഇംഗ്ലീഷ് നിങ്ങൾക്ക് എല്ലാവരും എഴുതേണ്ട സബ്ജക്റ്റാ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് യൂണിറ്റ് 4 വരെയാണ് പഠിക്കാനുള്ളത്. യൂണിറ്റ് 1 ഈ ചാപ്റ്റേഴ്സ് യൂണിറ്റ് 2 യൂണിറ്റ് 4 നിങ്ങൾക്ക് 3 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? ഇത്രയുമാണ് നിങ്ങളുടെ 4 സബ്ജക്ട്. ഇനി ബാക്കിയുണ്ടല്ലോ സാറേ 2 സബ്ജക്ട്. അതെല്ലാവർക്കും കോമൺ അല്ല, ഓരോരുത്തർക്കും ഓരോന്ന് പോലെയാണ്. അപ്പൊ അത് സ്പെസിഫിക്കലി വേണ്ടവർക്ക് നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഇതിന്റെ ലിങ്ക് എന്ത് ചെയ്യും? താഴെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ, അതിൽ നോക്കിയാൽ മതി. ഓക്കെ, പഠിച്ചു തുടങ്ങിയോടെയോ? ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞ് ടൈം ടേബിളും വന്ന് ആ ഒരു പോക്ക് പോയതല്ലേ. ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങിയോ? 2 ദിവസം ഇപ്പൊ തന്നെ ടൈം ടേബിൾ വെച്ചിട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ പോർഷൻസ് ഓരോന്നും ബുക്സിൽ നോട്ട് ചെയ്ത് ഓരോന്ന് ടിക്കറ്റ് പഠിച്ച് തുടങ്ങിക്കോളൂ. ഇനി ഒരു സമയമില്ല അപ്പുറത്തേക്ക്. ഓരോ പരീക്ഷയുടെ ഗ്യാപ്പ് പോലും ഇല്ലാതെ, ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാത്ത ടൈം ടേബിൾ ആണെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർത്തിരുന്നാൽ നല്ലത്. തലേ ദിവസം പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല സാറേ, ഒന്നും ചെയ്യാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് പ്ലീസ് എല്ലാവരും പഠിച്ചു തുടങ്ങും. നിങ്ങളുടെ കൂടെ നമ്മൾ എപ്പോഴും ഉണ്ട്, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.